ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചോറിൻ്റെയൊക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള കടുമാങ്ങ കറിയുമായിട്ടാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും പുതിയതായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കടുമാങ്ങ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിതവിടെ പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2-3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിതവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പാത്രം നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ഇത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നല്ലപോലെ മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഇതാ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ എണ്ണയിലിട്ട് ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളക് നല്ല സ്ട്രോങ് ഉള്ള പച്ചമുളകാണ് കേട്ടോ, നല്ല എരിവാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഒരെണ്ണ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ പച്ചമുളകും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ പച്ചമുളകൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴുത്ത മാങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ പച്ചമാങ്ങ കൊണ്ടിട്ടും ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഇതൊരു മാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഉള്ളത് നല്ല വലിപ്പത്തിലുള്ള ഒരു മാങ്ങയായിരുന്നു കേട്ടോ. ഇനി ഇതൊന്ന് നല്ല പോലെ ഇതിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്താൽ മാത്രം പോരട്ടോ, ഇതൊന്ന് നല്ല പോലെ വാട്ടിയെടുക്കണം. ഇപ്പോൾ മാങ്ങ ഏതായി ഞാൻ നല്ലപോലെ ഇതിലിട്ടിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് വളരെ കുറഞ്ഞ അളവിൽ മതി കേട്ടോ, കാരണം ഇതൊരു മധുരമുള്ള ഐറ്റം ആണല്ലോ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇത്. ഇനി ഇത് നല്ല പോലെ ഈ മാങ്ങയുമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. മധുരത്തിനായിട്ട് ഞാനിതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ഉണ്ടെങ്കിൽ ശർക്കരയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അത്യാവശ്യം മധുരമുള്ള മാങ്ങയാണിത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാനിതാ ഈ ഒരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കാരണം ഇതൊരു സൈഡ് ഡിഷാണല്ലോ, അപ്പോൾ ഒരുപാട് നീണ്ടു പോവാതിരിക്കാനാണ്. ഇനി ഇതിലേക്കൊരു 2 അല്ലി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിക്കാം. ഞാനിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടോ. അതിന് ശേഷമാണ് തുറന്നു നോക്കുന്നത്. ഇത് മാത്രം മതി കേട്ടോ നല്ല ചോറ് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ ഇങ്ങനെ ഒരു മാങ്ങാക്കറി ചില സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ സമയത്ത് ഇതിൽ മധുരവും ഉപ്പും ഒക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും മതി കേട്ടോ. അതായത് ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് ചൂടാറി വന്നപ്പോൾ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.